രാവിലത്തെ ചായ കൂടി ഫുള്ളായിട്ട് ഒഴിവാക്കി. ഇപ്പോൾ ഡെയിലി ഞാൻ കുടിക്കുന്ന ഒരു ഡ്രിങ്കാണ് ഇത്. ഡെയിലി ഉണ്ടാക്കി കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ ചെയ്ത് കുടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ബീട്രൂട്ട്, ക്യാരറ്റ്, നെല്ലിക്ക, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും കൂടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് മാത്രമേ വെള്ളം ചേർക്കുന്നുള്ളൂ. ഒരുപാട് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഒരു ഹാഫ് ഗ്ലാസോളം മാത്രം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഈ അരച്ചെടുത്തത് ഒന്ന് അരിച്ചെടുക്കണം. നമുക്ക് അരിപ്പയ്ക്കകത്ത് വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. അഡീഷണൽ വേറെ വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അതിനകത്തുള്ള ജ്യൂസ് മാത്രമേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് ഫുൾ എടുത്തതിന് ശേഷം ഒരു ഐസ് ട്രേക്കകത്ത് ഒഴിച്ച് വെക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ക്യൂബാക്കി ഡെയിലി എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ഐസ് ട്രേക്കകത്ത് ഒഴിച്ച് വെക്കുന്നത്. ബാക്കി വന്നത് ഞാനൊരു ബോട്ടിലിനകത്താക്കി ഫ്രീസറിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഐസ് ട്രേയിലെ ക്യൂബ് തീരുമ്പം മറ്റേതും കൂടി ഒഴിച്ച് വെച്ച് നമുക്ക് ഐസാക്കി എടുക്കാം കേട്ടോ. ഇതൊരു 1 വീക്കോളം നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് രാവിലെ ഇത് കണക്കൊരു 3-4 ക്യൂബ് എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു ഹാഫ് ലെമൺ ജ്യൂസും കൂടെ ഒഴിക്കാം. വേണമെന്ന് ഉള്ളവർക്ക് ചേർക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ കുറച്ച് തേനും കൂടെ ഉണ്ടെങ്കിൽ ടേസ്റ്റി ആയിരിക്കും. ഇതിനകത്തേക്ക് ചൂടുവെള്ളമോ തണുത്ത വെള്ളമോ, ഞാൻ തണുത്ത വെള്ളമായിട്ടോ എടുക്കുന്നത്. ചൂടുവെള്ളമാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. എന്നിട്ട് വെറും വയറ്റി രാവിലെ അങ്ങ് കുടിക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ആൻറ്റി ഓക്സിഡൻറ്റും വൈറ്റമിൻ സി ഒക്കെ ഒരുപാടുള്ളത് കൊണ്ട് നല്ല ഹെൽത്തി സ്കിന്നിന് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. സീ യു ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ബൈ ബൈ.